ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 5, പേജ് നമ്പർ 478. നച മത്സ്ഥാനി ഭൂതാനി പശ്യമി യോഗമൈശ്വരം ഭൂതഭൃന്നശ്ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. പദാനുപദം. ഭൂതാനി സകല ഭൂതങ്ങളും, മത്സ്ഥാനി ച എന്നിൽ സ്ഥിതി ചെയ്യുന്നവയും, ന അല്ല മേ എൻ്റെ, ഐശ്വരം അചിന്ത്യമായ, യോഗം യോഗശക്തിയെ, പശ്യ കാണുക, ഭൂതഭൃത് എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുന്നവനും, ഭൂതഭാവനഃ ഭൂതങ്ങളുടെ ഉദ്ഭവസ്ഥാനവുമായ, മമ ആത്മാ ഞാൻ സ്വയം, ഭൂതസ്ഥഃ ച പ്രത്യക്ഷ പ്രപഞ്ചത്തിലും സ്ഥിതി, ന ഭവതി ചെയ്യുന്നില്ല. വിവർത്തനം. സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല. എൻ്റെ യോഗപ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ ഒരംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവസ്ഥാനം. ഭാവാർത്ഥം. എന്നിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നതെന്ന ഭഗവത് വാക്യം തെറ്റിദ്ധാരണയ്ക്കിടയാക്കരുത്. മത്സ്ഥാനി സർവഭൂതാനി. ഭഗവാൻ ഭൗതികാവിർഭാവത്തിൻ്റെ സ്ഥിതി സംരക്ഷണങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ല. ഭൂഗോളത്തെ തോളിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്ന അറ്റ്ലസിൻ്റെ ചിത്രം പലരും കണ്ടിരിക്കും. ഭൂമണ്ഡലമാകുന്ന ഈ ഭാരം തോളിലെടുത്തുകൊണ്ട് അയാൾ നന്നേ ക്ഷീണിച്ചിട്ടുണ്ടെന്നു തോന്നും. പ്രപഞ്ച സൃഷ്ടി മുഴുവൻ വഹിച്ചു നിൽക്കുന്ന അത്തരം ഒരു രൂപമാണ് കൃഷ്ണൻ്റേതെന്ന് സങ്കല്പിച്ചുകൂടാ. എല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഞാൻ അവയിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രഹവ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുകയാണ്. ആ അന്തരീക്ഷമാകട്ടെ ഭഗവത് ശക്തിയുമാണ്. അതിൽ നിന്ന് ഭിന്നനാണ് ഭഗവാൻ. അദ്ദേഹം സ്വതന്ത്രനായി സ്ഥിതി ചെയ്യുന്നു. തന്മൂലം അദ്ദേഹം പ്രസ്താവിക്കുന്നു, എൻ്റെ അചിന്ത്യശക്തി പ്രസരണത്തിൽ അവ നിലകൊള്ളുന്നു. പക്ഷേ പരമപുരുഷനായ ഞാൻ അവയിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന്. ഇതാണ് അചിന്ത്യമായ ഭഗവാന്റെ ഐശ്വര്യം.
വേദനിഘണ്ടുവായ നിരുക്തി പറയുന്നു, യുജ്യതേനേന ദുർഘടേഷു കാര്യേഷു. തൻ്റെ ശക്തികൾ വെളിവാക്കിക്കൊണ്ട് പരമപുരുഷൻ അത്യാശ്ചര്യങ്ങളായ ലീലകളാടുന്നു. വിവിധ ശക്തികളെ ഉൾക്കൊള്ളുന്നതാണ് ഭഗവാന്റെ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ തീരുമാനം സത്യമായി ഭവിക്കുന്നു. ഇങ്ങനെയാണ് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന് പല വിഘ്നങ്ങളുമുണ്ടായേക്കാം. ചിലപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്താൻ കഴിയാതെയും വരാം. കൃഷ്ണൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാഗ്രഹിച്ചാൽ മാത്രം മതി. എങ്ങനെയാണിതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ കൂടി സാധിക്കാത്ത വിധത്തിൽ ഭംഗിയായി അത് നിർവഹിക്കപ്പെടും. ഭഗവാൻ ഈ വസ്തുത വിവരിക്കുന്നുണ്ട്. ഈ ഭൗതിക സർഗത്തിൻ്റെ പരിപാലകനാണെങ്കിലും താൻ അതിനെ സ്പർശിക്കുന്നില്ല. തൻ്റെ ഇച്ഛാമാത്രത്താൽ സർവവും സൃഷ്ടിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു. തൻ്റെ മനസ്സ് തന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. നമുക്കും നമ്മുടെ ഭൗതിക മനസ്സിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭഗവാൻ നിരപേക്ഷമായ ആത്മാവാണ്. അവിടുന്ന് ഒരേ സമയം സർവ സൃഷ്ടികളിലും സന്നിഹിതനാണ്. അതേസമയം അദ്ദേഹം ഒരു വ്യക്തിയായിട്ടും നിലകൊള്ളുന്നതെങ്ങനെയെന്ന് സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല. ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തനാണ് കൃഷ്ണൻ. എങ്കിലും എല്ലാറ്റിനും ആശ്രയസ്ഥാനവും. ഇതിനെയാണിവിടെ ഐശ്വര്യമായ യോഗം അഥവാ ഭഗവാന്റെ യോഗശക്തി എന്നു വിവരിക്കുന്നത്. ഹരേ കൃഷ്ണ.